പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ദേവബാല മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കയറി വന്നതിനെ തുടർന്ന് അഭി തൻ്റെതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല. ഇത് കാണുന്ന ഇഷയ്ക്ക് സംശയം കൂടുന്നു. മാത്രവുമല്ല, അഭിയുടെ കാര്യം ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇനി ഇഷയുടെ സഹായം ആവശ്യമില്ല. മനസ്സിലായോ? എനിക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനറിയാം. അതിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. നീ വെറുതെ എടുത്തു ചാടേണ്ട ആവശ്യമില്ല. അഭി അനക്കമില്ലാതെയാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിക്ക് ബോധമില്ല എന്ന് എല്ലാവർക്കും അറിയാം. നീ എന്താ ചെയ്തത്? വല്ലതും കലക്കി കൊടുത്തു അഭിക്ക്? അല്ലാതെ അഭി ഇങ്ങനെ കിടക്കാൻ യാതൊരു സാധ്യതയുമില്ല. തൻ്റെ കള്ളത്തരം പിടികൂടിയെന്ന് മനസ്സിലാക്കുകയാണ് ഇതോടെ കത്തിയെടുത്തുകൊണ്ട് ഇറങ്ങടി, എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങടി. ഇതോടെ ഇഷയുടെ കൂടെ വന്ന ആൾ പേടിക്കുകയാണ്. പക്ഷേ ഇഷയാകട്ടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നിൽക്ക്, ഇവൾ എന്താ ചെയ്യുന്നത് എന്ന് നോക്കട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല. അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ദേവബാല. കണ്ടില്ലേ, അഭി ബോധമില്ലാതെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൾ ജയിക്കാൻ വേണ്ടി അങ്ങനെ പലതും പറയുന്നവളാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. അഭി എനിക്ക് അഭി എനിക്ക് കണ്ടില്ലേ, അഭിക്കൊരു അനക്കവുമില്ല. അതിനർത്ഥം ഇവൾ എന്തോ കലക്കി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. ഇവളെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, ഇനി അഭിയെ കാണുന്നതിനായി ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം അഭിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണോ ഉള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും വരും. നീ എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും സത്യങ്ങൾ പുറത്തു വരും ദേവബാല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിയെ കാണുന്നതിനായി വരാതിരിക്കും എന്ന് നീ കരുതണ്ട. ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇഷ ഇറങ്ങിപ്പോകുന്നു. തൻ്റെ തോൽവിയെ കണ്ടതിനെ തുടർന്ന് ദേവബാലയുടെ നിയന്ത്രണം നഷ്ടമായിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. അഭിയെ എങ്ങനെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിക്കുകയാണ്. ഇതേ സമയം തിരികെ എത്തിയ ഇഷയാകട്ടെ അഭിയുടെ പോലീസുകാരനായ SIയെ ഫോൺ ചെയ്യുകയും അഭിക്കെതിരെ അവർ മയക്കുമരുന്ന് പ്രയോഗിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.